ഹായ് മക്കളെ, ജെസി സാറാണ്. സോ ഇപ്പോൾ 8ാം ക്ലാസ് എത്തിയുള്ള മക്കളുണ്ടാവില്ലോ, അവരോട് ഒരു ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് സാർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത്. മക്കളെ ഫസ്റ്റ് മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം. കാരണം 8ാം ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് സാർ എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, 7ാം ക്ലാസ്സിൽ നിന്ന് നേരെ 8ലേക്ക് വന്നു. നിങ്ങൾ നോക്ക്, 7 വരെ പഠിച്ച സമയത്ത് കുറേ ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ എഴുതുന്ന എക്സാം ഒക്കെ ആണെങ്കിൽ ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റി തന്നെ കുറഞ്ഞ ആക്ടിവിറ്റി ഒക്കെ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് വലിയ പാരഗ്രാഫുകളോ ഷോർട്ട് ആൻസറോ ഒന്നും എഴുതേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ 7ാം ക്ലാസ്സിൽ അധികം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. എന്നാൽ 8ാം ക്ലാസ്സിൽ അങ്ങനെയല്ല കാത്തിരിക്കുന്നത്. 8ാം ക്ലാസ്സിനകത്ത് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ വേണം. കാരണം ഒന്നാമത് ടെക്സ്റ്റ് ബുക്ക് മാറി, കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് മാറി. അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള കണ്ടന്റാണ് 8ാം ക്ലാസ്സിനകത്തുള്ളത്. നിങ്ങൾ നോക്കി, ടെക്സ്റ്റ് ബുക്കൊക്കെ അത്യാവശ്യം നല്ല ടഫാണ്. കാരണം കഴിഞ്ഞ മുൻപ് ഉണ്ടായിരുന്ന 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന പല കാര്യങ്ങളും 8ാം ക്ലാസ്സിൽ എന്ത് ചെയ്തു, ടെക്സ്റ്റ് ബുക്കിനകത്ത് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ പല ആളുകളും പുതിയ സ്കൂളിലേക്ക് വന്നിട്ടുള്ളതാണ്. ചില ആൾക്കാരൊക്കെ എന്തായാലും താങ്കൾ പഠിച്ച സ്കൂളിൽ നിന്ന് നേരെ ഹൈസ്കൂൾ സെഷനിലേക്ക് വന്നിട്ടുണ്ടാവാം. ബാക്കി ഭൂരിപക്ഷ ആൾക്കാരും ഇതുപോലെ തന്നെ സ്കൂൾ മാറിയിട്ട് പുതിയൊരു സ്കൂളിലേക്ക് വരികയാണ്. സോ ഇതുവരെ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് എന്താണില്ല, ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യണം, 8ാം ക്ലാസ്സിനകത്ത് നല്ല ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യണം, പഠനത്തിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താ പറയുക, 8നകത്ത് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ 8ലും 9ലും 10ലും നമ്മൾ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അപ്പോൾ 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ഈ ഹൈസ്കൂൾ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് 8നകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ നേടാനുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പരിഹരിക്കേണ്ട ഒരു സമയമാണ് ഇത് 8ാം ക്ലാസ് എന്ന് പറയുന്നത്. അത് കൂടാതെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട 48,000 രൂപയുടെ സ്കോളർഷിപ്പ് ആയിട്ടുള്ള NMMS എന്ന് പറയുന്ന എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നത് 8ാം ക്ലാസ്സിലാണ്. മനസ്സിലാക്കുകയും 8ാം ക്ലാസ് എന്നാണ് നിങ്ങൾ എഴുതുന്നത്. സോ ആ 8ാം ക്ലാസ്സിനകത്ത് NMMS ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതുവരെ നിങ്ങൾ ഈ പറയുന്ന ഒരു ക്ലാസ് റൂമിനകത്തായിക്കോട്ടെ, നിങ്ങളുടെ നാട്ടിലായിക്കോട്ടെ, സുഹൃത്തുക്കൾക്കിടയിലായിക്കോട്ടെ, ഇതുവരെ നിങ്ങൾ ഭയങ്കര പ്രീമിയായിട്ടുള്ള ഒരാളൊന്നും അല്ല എന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്കൊരു NMMS കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഒരു കാര്യം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് സ്കൂളിനകത്ത്, നിങ്ങളുടെ ഫ്രണ്ട്സിനകത്ത്, നിങ്ങളുടെ നാട്ടിനകത്ത്, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ഇടയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരം എത്രത്തോളം ഉണ്ടാവുമെന്ന് അതൊന്ന് ആലോചിച്ച് നോക്കുക. അതുമാത്രമല്ല, ഇതുവരെ ചിലപ്പോൾ 7ാം ക്ലാസ്സിനകത്ത് നമ്മൾ ഭയങ്കര ഇതുപോലെ തന്നെ പഠിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. പക്ഷേ 8നകത്ത് നമ്മുടെ ഒരു പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ടീച്ചേഴ്സും തന്നെ ശരിക്കും എന്ത് ചെയ്യും, അതായത് മുൻപുണ്ടായ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ എന്ത് ചെയ്യും, ആക്ച്വലി എന്ത് ചെയ്യും, അത്ഭുതപ്പെടുന്നുള്ളതാണ്. സോ ഞാൻ പറയുന്നത്, 10ാം ക്ലാസ്സിനകത്തേക്ക് വലിയൊരു മാർക്കൊക്കെ സ്വപ്നം കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ഭാവിയിൽ മീൻസ് ഒരു മാസത്തിലൊക്കെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ജോലികളൊക്കെ നിങ്ങൾ ഭാവിയിൽ എന്ത് ചെയ്യണം, നേടണമെന്നും ഒരു ചെറിയൊരു പ്രായത്തിൽ തന്നെ നിങ്ങൾ ലൈഫ് ഫുള്ള് സെറ്റ് ആവണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ ഞാൻ പറയട്ടെ മക്കളെ, അതിന് നിങ്ങൾ തുടങ്ങേണ്ട ക്ലാസ് എന്ന് പറയുന്നത് അത് ആക്ച്വലി 8ാം ക്ലാസ്സാണ്. പലപ്പോഴും പല കുട്ടികളും പറയാറുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ട് സാറേ ഞങ്ങൾക്ക് വിചാരിച്ചതുപോലെ എത്തുന്നില്ല, അല്ലെങ്കിൽ ഒന്നുകൂടിയൊക്കെ പരിശ്രമിക്കായിരുന്നു എന്നൊക്കെ അവർ എന്ത് ചെയ്യുന്നു, അവരിങ്ങനെ പറയാറുണ്ട്. അവരുടെ അനുഭവങ്ങളൊക്കെ എന്ത് ചെയ്യും പറയും. ഇപ്പോൾ SLC എഴുതിയ മക്കളൊക്കെ പറയാണ്. പക്ഷേ ഞാൻ പറയുന്നത് എന്താ പറയുക, അങ്ങനെ 10ലെത്തിയിട്ട് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ശരിക്കും തുടങ്ങേണ്ട എവിടെയാണ്, 8ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾ നോക്ക്, പല ആൾക്കാർക്കുള്ളൊരു ഇപ്പോഴൊരു അനുഭവിക്കുന്ന 8ാം ക്ലാസ്സിലെ മക്കൾ എനിക്കിതൊരു ബുദ്ധിമുട്ട് എന്താ അറിയാം, സാറേ ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പഠിക്കാൻ, ഈ സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. പക്ഷേ പലപ്പോഴും ഞങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളില്ല എന്നുള്ളത് വലിയൊരു ഘടകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ട്യൂഷനാണെങ്കിൽ നിങ്ങൾ നോക്ക്, എല്ലാ ട്യൂഷൻ സെൻ്ററിലും, നാടുകളിലുള്ള ട്യൂഷൻ സെൻ്ററിലൊക്കെ തന്നെ 10ാം ക്ലാസ്സിനും അതേപോലെ തന്നെ +1 +2 പിന്നെ ചിലപ്പോൾ 9ാം ക്ലാസ്സിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. 8ാം ക്ലാസ് ഒന്നും പലപ്പോഴും നമ്മൾ കാണുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അവിടെ മിക്സഡ് ആയിരിക്കും. അതായത് എല്ലാവർക്കും കൂടി ആകെ കുറച്ച് കുട്ടികൾ എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും 8ാം ക്ലാസ്സിന് പലപ്പോഴും നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഇതൊരു പ്രശ്നമല്ല, ആക്ച്വലി ഇതൊരു പ്രശ്നം തന്നെയാണ്. പലപ്പോഴും നമ്മൾക്ക് ട്യൂഷനിലൊക്കെ പോയി ചിലപ്പോൾ ക്ലാസ്സുകളൊക്കെ നമുക്ക് ചില ക്ലാസ്സിലൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. സ്വാഭാവികമായിട്ട് ആ ക്ലാസ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, നഷ്ടമാകുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സൈൽ എന്ത് ചെയ്യുന്നത്, സൈലത്തിൽ ഏറ്റവും പ്രീമിയം ബാച്ചായിട്ടുള്ള യോധ ബാച്ച് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. കാരണം എല്ലാവരും പഠിക്കട്ടെ, കേരളത്തിലുള്ള എല്ലാ കുട്ടികളും എന്ത് ചെയ്യട്ടെ, പഠിക്കട്ടെ. അതിൻ്റെ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് സൈലത്തിൻ്റെ യോധ ബാച്ച് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ വരുന്നത്. യോധ ബാച്ചിനകത്താണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് വലിയ തരത്തിലേക്കുള്ള ഓഫറുകളും കാര്യങ്ങളും ഉണ്ട്. അതായത് മെയ് 10-നാണ് എന്ത് ചെയ്യുന്നത്, ഓഫർ ഇതുപോലെ അവസാനിപ്പിക്കുന്നത്. സോ വലിയ ഓഫറുകളുണ്ട്, വിഷു ഓഫറാണ്. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓഫറുകൾ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സുകളാണ്, ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡഡ് ലൈവ് ക്ലാസ് ആണ്. ഓൾറെഡി നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. ആ ടൈം ടേബിൾ പ്രകാരമാണ് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി ടൈം ടേബിൾ കാണാം, ഇന്ന ദിവസം ഇത്ര ടൈമിൽ എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ വെക്കേഷനാണ്, വെക്കേഷനിൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയം മാത്രമാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. കാരണം നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ക്ലാസ്സുകൾ ഉണ്ടാവും. അതുകൂടാതെ ഈവൻ ക്ലാസ്സുകൾ നമുക്ക് കാണാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം, നമുക്ക് പിന്നെ അത് റെക്കോർഡഡ് ആയിട്ട് അവിടെ കിടക്കും. നമ്മുടെ ആവശ്യത്തിന് എന്ത് ചെയ്യാം, സമയത്തിനനുസരിച്ച് നമുക്കത് കണ്ടു തീർക്കാം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസുകൾ ഉണ്ടാവും, എക്സാമുകൾ ഉണ്ടാവും. പിന്നെ ഈ വർഷത്തെ വലിയൊരു നിങ്ങൾക്കുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ സൈലം 3 പ്ലാനുകളാണ് നിങ്ങൾക്ക് മുൻപിൽ എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. ഒരു ബേസ് പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്,
ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്നൊരു പ്ലാൻ ഉണ്ട്. എന്താണ് ഇത് മൂന്നും നമ്മളെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന ബാച്ചിലാണ് ഫാൽക്കൺ ബാച്ച് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത്. ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ നീറ്റ് ജെഇ പോലുള്ള വലിയ വലിയ എക്സാമുകളിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടി സൈലം തുടങ്ങിയിട്ടുള്ള വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ബാച്ചാണ് ആക്ച്വലി ചെയ്തത് ഈ പറയുന്ന ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. ആ ഫാൽക്കൺ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇത് ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന ബാച്ചിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ, ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമാണെങ്കിൽ മാസത്തിലൊക്കെ ചെറിയ പൈസ ഒരു 32 ലക്ഷം രൂപ വെറുതെ പറഞ്ഞല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. IIT ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാരുടെ സാലറി ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 32 ലക്ഷം രൂപയൊക്കെ സാലറി ഒക്കെ നിങ്ങൾക്ക് വാങ്ങുന്ന അത്രയും വലിയ ജോബുകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് നമ്മുടെ ഫാൽക്കൺ ബാച്ചുള്ള ഇൻഫിനിറ്റി പ്രോ എന്നെ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഫിനിറ്റി ബാച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. സോ ഞാൻ പറഞ്ഞ 8ാം ക്ലാസ് ആണ്, മനോഹരമാക്കണം. ഞങ്ങൾ ഫുൾ ആൾക്കാർ റെഡിയാണ്, എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് വേണ്ടി എന്താണ് വെയിറ്റ് ചെയ്യാണ്. സോ മക്കളെ തകർക്കണം, ഉഷാറാക്കണം. സോ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ഓൾ ദി ബെസ്റ്റ് എവരിവൺ. ബൈ.